നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് റീഡിംഗ് എടുക്കാം. ഇന്ന് സിമ്പിളായിട്ട് ജസ്റ്റ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് നോക്കാം. ഇന്നത്തെ അവരുടെ ഫീലിങ്സ് എന്തായിരിക്കും, ആൻഡ് ഈ ബന്ധത്തിനെ കുറിച്ച് നമുക്ക് ഗൈഡൻസ് ആയിട്ട് യൂണിവേഴ്സിനോട് കൂടി ചോദിക്കാം. ഓക്കെ, പേഴ്സൻ്റെ ഫീലിങ്സ് മാത്രം നോക്കാം നമുക്ക്. ഓക്കെ, അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, എന്ത് തോന്നുന്നു, എന്താണ് ഇപ്പോൾ അവരുടെ ഫീലിങ്സ് നമുക്ക് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. Get away. Decision, children, single, moving, pursuit, frozen, extreme, memories, and terms. Toxic, ഓക്കെ. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സിൽ അവർക്ക് നിങ്ങളുമായിട്ട് ഒരു എന്താ പറയുക, ഗെറ്റ് അവേ ചെയ്യണം, അതായത് എസ്കേപ്പ് ചെയ്യണം എന്ന് മാത്രമല്ല, ഒരു വെക്കേഷന് പോകണം എന്ന രീതിക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, നിങ്ങളുടെ കൂടെ ഒരു അഡ്വെഞ്ചർ വേണം എന്ന രീതിയിൽ. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അഡ്വെഞ്ചർ വേണം, അതായത് നിങ്ങൾ തമ്മിൽ സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക, ഒന്നിച്ച് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോവുക, അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർ ഒളിച്ചോടാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, മേ ബി ലൈഫിൽ നിന്നൊക്കെ എല്ലാ സിറ്റുവേഷൻസും മാറ്റി വെച്ച് നമ്മളൊന്ന് ഒളിച്ചോടാം എന്ന് പറയുന്ന പോലെയാണ്. ഓക്കെ, അവർക്ക് മീൻസ് ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം, നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, അപ്പോൾ നിങ്ങൾ തമ്മിൽ നല്ല സമയങ്ങൾ കുറച്ച് വേണം എന്ന രീതിക്ക് അവർക്ക് ചിന്തയുണ്ട്. ഓക്കെ, പക്ഷേ ഇപ്പോൾ അവർ ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അവർ ചിന്തിക്കുന്നുണ്ട്, ഇത് ഈ സിറ്റുവേഷൻ മുന്നോട്ട് വേണോ വേണ്ടേ എന്നൊരു കൺഫ്യൂഷനും ഉണ്ട് അവർക്ക്. അതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് അങ്ങനെ വലുതായിരിക്കാം. കുറച്ച് പേർക്ക് ഇവിടെ ചിൽഡ്രൻ കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങളുടെ പേഴ്സൺ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടികളുണ്ടാവാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്കോ പേഴ്സണോ കുട്ടികളെ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ മാരീഡ്, രണ്ടുപേരും മാരീഡ്, വട്ടെവർ, അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ഉണ്ടാവാം. പിന്നെ കുറച്ച് ഇമ്മെച്യൂരിറ്റി എന്നും പറയാം. ഓക്കെ, പേഴ്സൺ യെസ്, ഇതിപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഒന്ന് അവർ ആഗ്രഹിക്കുന്ന ശരിക്കും ഒളിച്ചോടാം എല്ലാത്തിൽ നിന്നും എന്ന് പറഞ്ഞു. അങ്ങനെ ഒളിച്ചോട് പോവാന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും സിറ്റുവേഷനെ ഫേസ് ചെയ്ത് നമ്മൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് നമ്മൾ ഒന്നിച്ചാവാൻ ശ്രമിക്കാം എന്ന രീതിക്കല്ല പറയുന്നത്, അല്ലേ? സോ അവിടെ ഒരു ഇമ്മെച്യൂരിറ്റി കൂടിയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ യെസ്, കുട്ടികൾ, തടസ്സങ്ങൾ, ഫാമിലി, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവാം. കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഇമ്മെച്യൂർ ആണ് എന്നുകൂടിയാണ്. ഓക്കെ, അവർക്ക് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അതിനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു മെച്യൂർഡായിട്ട് ഒരു തീരുമാനം എടുക്കാൻ ഇപ്പോൾ അവർക്ക് സാധിക്കുന്നില്ല. ഇവിടെ സിംഗിൾ കാണുന്നുണ്ട്. സിംഗിൾ എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡൻറ്റ്, ഫ്രീഡം ഫ്രം അറ്റാച്ച്മെൻറ്റ്. ആക്ച്വലി യെസ്, ഇതും ഇമ്മെച്യൂരിറ്റി തന്നെയാണ്. ഓക്കെ, ഇമ്മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ പേഴ്സണിന് നിങ്ങളുമായിട്ട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്, ഫീലിങ്സ് ഉണ്ട്, നിങ്ങൾ ഒന്നിച്ച് വേണം എന്ന ആഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്നാലൊട്ട് അവരുടെ ആ ഒരു ഫ്രീഡം കളയാൻ അവർ തയ്യാറല്ല. ഓക്കെ, അവർ നമ്മളിപ്പോൾ സപ്പോസ് ഒരു ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആരുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ചിലപ്പോൾ കറങ്ങാൻ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിന് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരും, അല്ലേ? അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ വേണം വെച്ച് ഒരാളെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ ആയിരിക്കണം എന്ന രീതിക്ക് നമ്മൾ ചിന്തിക്കുന്നതാണ്. പക്ഷേ ഈ പേഴ്സൺ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ അവരുടെ ഫ്രീഡം പോവും എന്നുള്ളൊരു പേടി. ഓക്കെ, സോ അങ്ങനെ ഒരു കാര്യം കാണാം. കുറച്ച് പേർക്ക് മേ ബി അവർ സിംഗിൾ ആയിരിക്കാം ഓൾറെഡി. ഓക്കെ, അപ്പോൾ സിംഗിൾ ആണെങ്കിലും അപ്പോൾ അവർക്ക് ഒരു മാരേജ് കമ്മിറ്റഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി എനിക്ക് എൻ്റെ ഫ്രീഡം ഇല്ലാതെ ആവില്ലേ എന്നൊരു തോന്നൽ. സോ ഐ തിങ്ക് അത് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ട്. ഈവൻ നിങ്ങൾക്കായാലും നിങ്ങളുടെ മനസ്സിലായാലും ചിലപ്പോൾ കാണാം. ഓക്കെ, എനിവേ, ഫ്രീഡം ഫ്രം അറ്റാച്ച്മെൻറ്റ്, അതായത് എന്തിനോടെങ്കിലും അറ്റാച്ച്ഡ് ആവുക എന്ന രീതിക്ക്, അത് ചിലവർക്ക് അതൊരു പേടിയും കൂടിയാണ്. ഓക്കെ, അതൊരു പേടി ഉണ്ടാവും. എന്നിട്ട് ഒരാളുടെ കൂടെ അത്രത്തോളം അറ്റാച്ച്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അതൊരു പേടിയും കൂടിയാണ്. കാരണം അത് എവിടെയോ നമ്മളെ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലല്ല അവർ നമ്മളൊരാളുടെ കൂടെ അത്രയും അടുത്ത് നിൽക്കുമ്പോൾ അവർ ശരിക്കും നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങും, അല്ലേ? അപ്പോൾ ആ ഒരു വൾണറബിലിറ്റി എന്ന് പറയും, അതായത് നമ്മുടെ തന്നെ ഒരു സെൻസിറ്റീവ് സൈഡ് കൂടി മറ്റുള്ളവർ മനസ്സിലാക്കും. ഓക്കെ, നമ്മുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം മറ്റുള്ളവർ മനസ്സിലാക്കും, ആ മറ്റേ പേഴ്സൺ മനസ്സിലാക്കും. സോ അത് ഒരു പേടി ചിലവർക്ക് ഉണ്ടാവും. അങ്ങനെയും ആവാം. ഓക്കെ, സോ പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അവരുടെ ഉള്ളിൽ എന്നാണ് കാണുന്നത്. ആൻഡ് മൂവിങ്, ബോക്സ്ഡ് അപ്പ്, എൻവയൺമെൻറ്റ് ചേഞ്ച്, എംപ്റ്റി ഷെൽ. ഓക്കെ, പേഴ്സൺ ശരിക്കും എവിടുന്നോ അവർക്കൊരു സ്റ്റക്കായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. മേ ബി അവർ സ്റ്റക്കായിരിക്കാം, ആക്ച്വൽ സ്റ്റക്ക് തന്നെ ആയിരിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഫാമിലി അങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റക്കായിരിക്കാം. അല്ലെങ്കിൽ അവർക്കൊരു ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ബന്ധത്തിൽ
ഓക്കെ, അവർക്ക് നമ്മൾ അതായത് കമ്മിറ്റഡ് ആയിക്കഴിഞ്ഞാൽ ആ പെട്ടുപോയാലോ എന്നുള്ള ഒരു കാര്യമായിരിക്കാം. കുറച്ച് പേർക്ക് ആക്ച്വൽ മൂവിങ് കാണുന്നുണ്ട്, കുറച്ച് പേർക്ക് മേ ബി അവരിപ്പോൾ സ്ഥലം മാറുന്നു, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ടാവും അവരുടെ ലൈഫിൽ. സ്ഥലം മാറലോ അല്ലെങ്കിൽ ജോലി മാറലോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് കുറച്ച് പേർക്ക് ഉണ്ടാവും കേട്ടോ. ഓക്കെ, സോ അവർക്ക് ഇപ്പോൾ വേറെ കാര്യത്തിനൊന്നും ഇപ്പോൾ നിങ്ങളോട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കാനോ ഒക്കെ ഉള്ള ആ ഒരു മനസ്സിപ്പോൾ അത്ര ഫ്രീ ആയിരിക്കില്ല. ഓക്കെ, അവർ ചിലപ്പോൾ ആ ഒരു മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം. ഓക്കെ, മേ ബി നിങ്ങൾ വേറെ സ്ഥലത്ത്, അവർ വേറെ സ്ഥലത്ത്, അപ്പം നിങ്ങൾ അവർക്ക് തോന്നുന്നുണ്ടാവും എങ്ങനെയാണ് അത് നടക്കുക, ഈ സിറ്റുവേഷൻ എങ്ങനെ ശരിയാവും, ദൂരെ ദൂരെ ഇരിക്കുമ്പോൾ കാണാൻ കൂടി പറ്റിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ, അങ്ങനെ കുറേ ചിന്തകളൊക്കെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവാം. ഇവിടെ പേഴ്സ്യൂട്ട് ഉണ്ട്, ചേസിങ്. ഓക്കെ, മേ ബി നിങ്ങൾ അവരെ ഒരുപാട് ചേസ് ചെയ്തായിരിക്കാം, പക്ഷെ അവർക്ക് വേണമെന്നുണ്ട് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, മേ ബി അവരാദ്യം നിങ്ങളെ ചേസ് ചെയ്ത് കാണാം. ഓക്കെ, അവരായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പിന്നാലെ വന്ന് ശരിക്കും നിങ്ങളെ അടുപ്പിച്ച് നിങ്ങളെ അടുത്ത് കഴിഞ്ഞപ്പോൾ പക്ഷെ അവർക്ക് ഈ പേടികളൊക്കെ അവരെ ട്രിഗറായി. ഓക്കെ, ഞാൻ അതാണ് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ റണ്ണർ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. ഓക്കെ, കാരണം നമ്മൾ അറ്റാച്ച്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ചില പേടികൾ ആൾക്കാരുടെ ഉള്ളിൽ, പേഴ്സൻ്റെ ഉള്ളിലായാലും എല്ലാവർക്കും ഉള്ളതാണ്. ഓക്കെ, ചിലരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു പേടികൾ അവർ ട്രിഗറാവും. ആ ട്രിഗർ ആവുമ്പോഴാണ് അവർ ഓടുന്നത്. ഓക്കെ, അങ്ങനെ ഓടുമ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്യാൻ പോകാതിരിക്കുക, അതുകൊണ്ട്. ഓക്കെ, സോ രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴും. സോ എവിടെയോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചേസ് ചെയ്ത് കാണാം ആദ്യമൊക്കെ. ഓക്കെ, പക്ഷെ പിന്നീട് അടുത്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ മേ ബി അവർക്ക് ആ പേടികളൊക്കെ വരാൻ തുടങ്ങി. തെറ്റില്ല, അത്രത്തോളം അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞാൽ പ്രശ്നമായാലോ എന്ന രീതിക്ക് പേടികൾ വരാൻ തുടങ്ങിയിട്ടുണ്ടാവാം. നോട്ട് സ്പീക്കിംഗ്, സ്റ്റോൺ വോൾ നോട്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ തമ്മിൽ ഐ തിങ്ക് ഒരു സെപ്പറേഷൻ എനർജി ആയിരിക്കാം. സെപ്പറേഷൻ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നോ കോൺടാക്റ്റോ കമ്മ്യൂണിക്കേഷൻ ഇല്ല, കമ്മ്യൂണിക്കേഷൻ കുറവ് എന്ന രീതിക്ക് എടുക്കാം. ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും. എല്ലാവരും നോ കോൺടാക്റ്റ് എന്ന് കാണുന്നില്ല എനിക്ക്. സംസാരിച്ചാൽ തന്നെ മേ ബി ഒരു റെസ്ട്രിക്ഷൻ, ബ്ലോക്കേജ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അവരധികം തുറന്ന് സംസാരിക്കുന്നില്ല എന്ന രീതിക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. എക്സ്ട്രീം ഉണ്ട്, ഹാർഷ്നെസ്, കട്ടിങ് ഓഫ്, എറാറ്റിക്. കുറച്ച് പേർക്ക് യെസ് ടോട്ടൽ കട്ട് ഓഫും കാണുന്നുണ്ട്, കുറച്ച് പേർക്ക് ടോട്ടലി ബ്ലോക്ക് ചെയ്ത് പോയി, കുറച്ച് എന്താ പറയുക ടോട്ടലി വിട്ടുപോയി, എൻഡാക്കി പോയി എന്ന രീതിക്കും ഉണ്ട്. പക്ഷേ മനസ്സിൽ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഓക്കെ, അവർക്ക് മെമ്മറീസ് ഉണ്ട് ഇപ്പോഴും. ഓക്കെ, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും ശരിക്കും അവർ നിങ്ങളെ ആക്ച്വലി വാച്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി. ഈ മൂങ്ങയെ കണ്ടപ്പോൾ എവിടെയോ നിങ്ങളെ വാച്ച് ചെയ്യുന്ന തരത്തിൽ എനിക്ക് തോന്നി. സൈലൻ്റ് ആയിട്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവാം, എനിക്ക് സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം നിങ്ങളെ. ആൻഡ് ഇവിടെ നിങ്ങളെ പറ്റി ഓർക്കുന്നുണ്ട്, മെസ്സേജസ്, സോറി, അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. തിരിഞ്ഞ് അവർ വീണ്ടും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും പോയിട്ടില്ല. ഓക്കെ, അവർക്ക് വേണം, ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ വന്ന് തന്നെ എന്താ നോക്കൂ, അവർക്ക് നിങ്ങളുമായിട്ടൊരു സമയം വേണം എന്നാണ്. പക്ഷേ ആ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരാൻ അവർക്ക് സാധിക്കുന്നില്ല. ബിക്കോസ് അപ്പോഴേക്കും അവരുടെ പേടികൾ അവരെ പുറകോട്ട് വലിക്കുകയാണ്. ആൻഡ് ഇവിടെ ടേംസ് ഉണ്ട്, വർക്കിംഗ് ഔട്ട്, ബെഗിങ്, നെഗോഷിയേഷൻ. ഓക്കെ, ഇത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ലാസ്റ്റ് കാർഡ് നമുക്കിവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ വർക്കൗട്ട് ആവുമെന്നാണ്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു കോൺവെർസേഷൻ വരും, നിങ്ങൾ തമ്മിൽ സംസാരങ്ങൾ ഉണ്ടാവും, ആൻഡ് നിങ്ങൾ തമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അവർ ആക്ച്വലി നിങ്ങളെ വേണം എങ്ങനെയെങ്കിലും അവർ നിങ്ങൾക്ക് കാണിക്കും. ഓക്കെ, എൻ്റെ അവർ തിരിച്ചു വന്നൊരു മെസ്സേജ് ഇടലോ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ എല്ലാം വരും. പക്ഷേ ഇപ്പോൾ ഇതൊരു ടോക്സിക് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്ന ഈ സിറ്റുവേഷൻ. ഓക്കെ, ഈ ഒരു ടോക്സിറ്റി ഇപ്പം നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾ യെസ് സ്നേഹമുണ്ട്, പക്ഷേ സിറ്റുവേഷൻ ടോക്സിക് ആണ്. ഓക്കെ, അതായത് പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റ് ചെയ്യുന്നില്ല. അവർക്ക് അവരുടെ ഉള്ളിലെ പേടികളാണ്, പക്ഷെ അത് അതിൻ്റെ വേദന നിങ്ങൾ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അവരത് ശരിയാക്കിയിട്ട് വരട്ടെ, തനിയെ അവരത് ശരിയാക്കിയിട്ട് വരട്ടെ. അത് നിങ്ങളതിൻ്റെ ഒരു വേദന നിങ്ങളെടുത്ത് എത്ര കാലം നിങ്ങൾ നിൽക്കും? ഓക്കെ, സോ ആലോചിക്കും, അതൊക്കെ നിങ്ങൾ ചിന്തിക്കും. എന്തായാലും ഫീലിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, ഫീലിങ്സ് ഒക്കെ വളരെ സ്ട്രോങ് തന്നെയാണ്. നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, ഓക്കെ, എല്ലാം ഉണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ ഫ്രീഡം കളയാനും അവർ തയ്യാറല്ല. ഈവൻ ഇപ്പോൾ സപ്പോസ് സെപ്പറേഷൻ്റെ കാർഡ് വീണ്ടും വന്നു. സോ യെസ്, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ്റെ എനർജി ആയിരിക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ടോട്ടലി വിട്ടുപോയി എന്നൊന്നും അല്ല കേട്ടോ, ടെമ്പററി ആണ് ഇതൊക്കെ. ഓക്കെ, പേഴ്സൺ തീർച്ചയായിട്ടും തിരിച്ചു വരുമെന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സപ്പോസ് അവർ മാരീഡ് ആണ് എന്നുണ്ടെങ്കിലും, ഓക്കെ, മാരീഡ് ആണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ട്, ഫാമിലി തടസ്സമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴും എന്താ പറയുക, അവർ നിങ്ങളുമായിട്ട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ഓക്കെ അവരുടെ ഒരു ലൈഫ് തന്നെ മാറേണ്ടി വരും അല്ലേ, അവർ ചില കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും. സോ അതും പേടിച്ചിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്, ഓരോരുത്തർക്ക് ഓരോന്നായിരിക്കും സിറ്റുവേഷൻ. എനിവേ, യു ഡിസേർവ് ലവ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ്, യു ആർ ലവബിൾ. കോഡിപെൻഡൻസി, യെസ്, നിങ്ങൾ ഞാൻ പറയാം, ഫ്ലേർട്ട് ആൻഡ് സ്റ്റേ ഓപ്റ്റമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്, ട്രൂ ലവ് ഉണ്ടായിട്ട് ഫ്രീ യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളിവിടെ നിങ്ങളോട് പറയുന്നത്
പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് ആണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ഓക്കെ, മേക്ക് ദ എഫേർട്ട് ഉണ്ട്, അതായത് പേഴ്സൺ എഫേർട്ട് എടുക്കും, പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഉണ്ടാവും. ഞാൻ പറഞ്ഞു അവർ തിരിച്ചു വരും, ഓക്കെ, മെസ്സേജോ കാര്യങ്ങളോ ആയിട്ട് വരും, നിങ്ങൾ തമ്മിൽ എല്ലാം ഓക്കെ ആവും എന്ന് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് പറയുന്നത് പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. ഓക്കെ, ദ സൈൻസ് ആർ കോഷനിങ് യു എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു ടോക്സിക് ആണ്, ഈ സിറ്റുവേഷൻ ടോക്സിക് ആണ് ഇപ്പോൾ. ഓക്കെ, പേഴ്സൺ അതായത് ഫുള്ളി നിങ്ങളോട് കമ്മിറ്റഡ് ആവാൻ ഇപ്പോഴും തയ്യാറല്ല. ഓക്കെ, അവരൊരു ഫുൾ തീരുമാനം എടുത്ത് വരട്ടെ, അവർക്ക് യെസ് നിങ്ങളെ വേണം എന്നവരൊന്നും മനസ്സിലെങ്കിലും ഉറപ്പിക്കട്ടെ. ജീവിതത്തിൽ കൂടെ കൂട്ടാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളല്ല, പക്ഷെ മനസ്സുകൊണ്ട് യെസ് നിങ്ങളോട് ആണ് അവർ ഫുള്ളി കമ്മിറ്റഡ് എന്ന രീതിക്ക് അങ്ങനെയെങ്കിലും അവർക്ക് തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കട്ടെ. ഓക്കെ, കാരണം നിങ്ങളിവിടെ യു ഡിസേർവ് ലവ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ഒരു വ്യക്തി വന്നിട്ട് മാത്രമേ നിങ്ങൾ ഹാപ്പി ആവുള്ളൂ, അല്ലെങ്കിൽ അവർ നിങ്ങളെ സ്നേഹിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഒരുപാട് അവനവനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന പോലെയാണ്. ഓക്കെ, നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് ഞാൻ പോരാഞ്ഞിട്ടാണ്, എന്നെ സ്നേഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ്, എനിക്ക് എന്തെങ്കിലും കുറവായിരിക്കും എന്ന് നിങ്ങൾ അവനവനോട് പറയുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ആ പേഴ്സണിനെ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കുറവാണ്. ഓക്കെ, നിങ്ങളുടെ അല്ല, ഒരിക്കലും അത് അങ്ങനെയല്ല. നിങ്ങളത് പ്ലീസ് മനസ്സിലാക്കുക. ഓക്കെ, അവരുടെ ഉള്ളിലെ പ്രോബ്ലംസ് ആണത്. നിങ്ങൾക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എനിക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അതെല്ലാം മാറ്റി വെച്ച് നിങ്ങളെ ഫുള്ളി ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, യെസ്, എന്താ പരസ്പരം ഇടയ്ക്കിടയ്ക്ക് തെറ്റലും മണക്കങ്ങളും അതൊക്കെ സ്വാഭാവികമാണ്, എല്ലാ ബന്ധത്തിലുള്ളതാണ്. പക്ഷേ ഇത്രയും സീരിയസ് ആയിട്ട് ലൈക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് പോലും തരാൻ അത്രയും ആലോചിക്കുന്ന ഒരു വ്യക്തി, ഓക്കെ, അവർക്ക് അവരുടെ ഫ്രീഡം പോവോ എന്ന് പേടിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അവിടെ ശരിക്കും ഒരു ടോക്സിറ്റി ആണ്. ഓക്കെ, അതൊരിക്കലും നിങ്ങളുടെ തെറ്റുമല്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. യു ഡിസേർവ് ലവ്. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തി, സ്നേഹിക്കുന്ന പോട്ടെ, നിങ്ങളെ ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരൻ ആക്ച്വലി വരും എന്നാണ്. പക്ഷെ അത് നിങ്ങൾ ആദ്യം സ്വയം ബിലീവ് ചെയ്യണം. യെസ്, ഐ ഡിസേർവ് ലവ് എന്ന് നിങ്ങൾ ആദ്യം സ്വയം തീരുമാനിക്കണം. കോഡിപെൻഡൻസിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് പിന്നാലെ ചേസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആവുക, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഹീൽ ചെയ്യാനുണ്ട്. ഓക്കെ, ആ പേഴ്സൺ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമില്ല, അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, എന്താ സംസാരിക്കാത്ത തോന്നി അതിനെപ്പറ്റി തന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. സോ ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഇവിടെ ഫ്ലേർട്ട് പറയുന്നുണ്ട്, യെസ് പേഴ്സൺ തിരിച്ച് വരും, എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ്. ആക്ച്വലി ഇത് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആയിട്ട് ഞാൻ പറയാം. നിങ്ങളെല്ലാവരും കൂടിയും ഓക്കെ, ഫ്ലേർട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലേർട്ട് ചെയ്യാനല്ല പറയുന്നത്, ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കൂ, നിങ്ങളുടെ ലൈഫിനെ എൻജോയ് ചെയ്യൂ. ഓക്കെ, നിങ്ങളുടെ മേ ബി ഒരു പുതിയ വ്യക്തി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരാം, അല്ലെങ്കിൽ വേറെ കൂടെയുള്ള നിങ്ങളുടെ കൂടെയുള്ളവരിൽ നിങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ, അത് ആരായാലും ശരി, ചിലപ്പോൾ ഫാമിലി ആയിരിക്കാം, മക്കളായിരിക്കാം, എന്തോ ആവാം. ഓക്കെ, അതിലേക്കൊക്കെ നിങ്ങൾ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കും. സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫും ഉണ്ട്, ഇവിടെ ട്രൂ ലവും പറയുന്നുണ്ട്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ലൈഫിൽ ഒരു നല്ല ബന്ധം തന്നെയാണ്. മീൻസ് ആ പേഴ്സൺ യെസ് നിങ്ങളുടെ ട്രൂ ലവ് തന്നെയാണ്. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുള്ളിലായാലും നിങ്ങളുടെ ഉള്ളിലായാലും ശരിക്കും ആ ട്രൂ ലവ് ഉണ്ട്. ഓക്കെ, പക്ഷേ സാഹചര്യം, സിറ്റുവേഷൻ, അഗൈൻ ഞാൻ പറഞ്ഞു ടോക്സിക് സിറ്റുവേഷൻ ആണ് ഇവിടെ, പേഴ്സൺ ടോക്സിക് എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം ഒരു ശരിയല്ല, ഒരു കറക്റ്റായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ അല്ല നടക്കുന്നത്. ഓക്കെ, സോ അതിൽ നിന്ന് തൽക്കാലം നിങ്ങൾ മാറി നിൽക്കുന്നതിൽ തെറ്റില്ല. ഓക്കെ, എന്ന് വെച്ച് വിട്ട് കളയാനും നിങ്ങളോട് പറയുന്നുണ്ട്, പ്രതീക്ഷ വെക്കാം. ഓക്കെ, പക്ഷേ ആ പേഴ്സൺ തന്നെ വരണം, അല്ലെങ്കിൽ ആ പേഴ്സൺ തന്നെ എന്നെ സ്നേഹിക്കണം, അങ്ങനെ വന്നാൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ, അതാണ് എൻ്റെ അങ്ങനെ മാത്രം ചിന്തിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ അവനവന് ആ സ്നേഹം കൊടുക്കുക. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുക, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ മനസ്സിലാക്കാം. നിങ്ങളുടെ ചുറ്റും ഒരുപാട് പേര് നിങ്ങളെ കെയർ ചെയ്യാനൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾ കാണാൻ തുടങ്ങുക. ആൻഡ് ഇവിടെ ഫ്രീ യുവർ സെൽഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈം ടു ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. ഞാൻ കൂടുതൽ എന്തെങ്കിലും പറയണോ? ഇത് ഈ ബന്ധം വിട്ട് കളയാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, അതിൽ പോസിറ്റീവ്നെസ് ഉണ്ട്, ഇവിടെ നമുക്ക് അത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ അതും വെയിറ്റ് ചെയ്തിരുന്ന് നിങ്ങളുടെ ലൈഫ് കളയരുത് എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക, ലൈഫ് എൻജോയ് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്യാൻ ശ്രമിക്കുക, ലൈഫിനെ കൂടുതൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടാൻ ശ്രമിക്കുക, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഫോക്കസ് മാറ്റിയെടുക്കും. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ആക്ച്വലി പേഴ്സണൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുള്ളൂ, അതുകൂടിയുണ്ട്. ഓക്കെ, എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.